വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ CITUവിന്റെ ആഘോഷമാണ് അവിടെ കാണുന്ന. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് CITUവിന്റെ ആഘോഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രം കത്തിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് CITU പ്രവർത്തകർ വഞ്ചിയൂർ കോടതിക്ക് മുൻപിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത്. അത് കേവലം ഒരു മുൻകൂർ ജാമ്യാപേക്ഷ, കേവലം ഒരു കേസ് എന്നതിനപ്പുറം അതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും CPMന്റെ രാഷ്ട്രീയ ശത്രുവായിരുന്നു. അപ്പോൾ അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ അതിൽ CITU പ്രവർത്തകർ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം വഞ്ചിയൂർ കോടതി പരിസരത്ത് ഇപ്പോൾ നടത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ ചേർന്നു. ഷഫീദ്, മുൻകൂർ ജാമ്യം തള്ളുമ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കലൊക്കെ നേരത്തെ നമ്മളെവിടെയും കണ്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും രാഹുലിനോട് CITUവിനും CPMനും ഒക്കെ നല്ല രോഷമുണ്ട്. അതവർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കലിലേക്ക് പോവുകയും ചെയ്യും. അത് ചെയ്യുന്നു. പോട്ടെ, ഇവിടെ ഈ സഹായ് കസ്റ്റഡിയിലായെന്ന് പറയുന്നത് എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്? ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന ഒരു സൂചന, ഒരു ബോധ്യം SITക്ക് ഉണ്ടോ ഷഫീദ്? ഹാഷ്മി, ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സൂചന അപ്പോൾ ഓഫീസിന് മുൻപിൽ ഒരു മാലപ്പടക്കം അവിടെ വഞ്ചിയൂർ കോടതിയാണ്. കോടതിക്ക് അടുത്താണ് CITUവിന്റെ ഓഫീസ്. CITUവിന്റെ ഓഫീസിന് അവിടാണ് ഇപ്പോൾ അത് ബെണ്ടാർവിലാണോ? അല്ല. അപ്പോൾ എന്താണ്, അപ്പോൾ കോടതിക്ക് അടുത്ത് ഒരു മാലപ്പടക്കം പൊട്ടിച്ചാണ് CITUവിന്റെ ആഘോഷം. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിലാണ് CITUവിന്റെ ആഘോഷം. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ അത്രത്തോളം ഒരു രാഷ്ട്രീയ വൈരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ. അപ്പോൾ അല്ലെങ്കിൽ സ്വാഭാവികമായും ഏതെങ്കിലും കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പരസ്യമായി പടക്കം പൊട്ടിക്കുക ആഘോഷവും നമ്മൾ കണ്ടിട്ടില്ല. ഇതവിടെ ഉണ്ടാവുന്ന കാര്യം അത്രത്തോളം രാഷ്ട്രീയ ശത്രുത ഉണ്ടായിരുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയ ശത്രു വീഴുമ്പോഴുള്ള ആഘോഷം അത് സ്വാഭാവികമാണെന്ന് അറിയില്ല. എന്തായാലും അവിടെ പടക്കം പൊട്ടിച്ചു. വഞ്ചിയൂർ CITU ഓഫീസിന് മുന്നിൽ മാലപ്പടക്കം പൊട്ടിച്ചുള്ള ആഘോഷത്തിലാണ് അവിടെ CITU പ്രവർത്തകർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.